നിങ്ങളൊരു സമർപ്പിത ഭക്തനല്ലെങ്കിൽ പോലും കൃഷ്ണനെ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ കരയാറുണ്ടോ? അങ്ങനെയെങ്കിൽ വൈകാരിക പ്രതികരണം ചില മനഃശാസ്ത്രപരവും ആത്മീയവുമായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ആഴത്തിലുള്ള ബന്ധത്തിൻ്റെയോ ഒരു ഉയർന്ന ശക്തിക്കായുള്ള ആഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ഒരു വിടുതലിൻ്റെയോ ലക്ഷണമാകാം. ഈ കണ്ണുനീർ ഒരു ആത്മീയ ഉണർവിനെയോ ആഴത്തിലുള്ള ഒരു സത്യത്തെ തിരിച്ചറിയുന്നതിനെയോ പ്രതിഫലിപ്പിക്കാം. കൂടുതൽ വിശദീകരണം ഇതാ. ഉപബോധ മനസ്സിലെ ബന്ധവും ആഗ്രഹവും ആഴത്തിലുള്ള ഓർമ്മകളോ അനുഭവങ്ങളോ കൃഷ്ണൻ്റെ കഥകളും രൂപങ്ങളും നിങ്ങളുടെ ഭൂതകാലത്തിലെ ഉപബോധ മനസ്സിലെ ഓർമ്മകളെയോ വികാരങ്ങളെയോ ഉണർത്തുകയും അത് കണ്ണുനീരിലേക്ക് നയിക്കുകയും ചെയ്യാം. ഒരു ഉയർന്ന ശക്തിക്കായുള്ള ആഗ്രഹം കൃഷ്ണൻ്റെ കഥകളും ഉപദേശങ്ങളും നിങ്ങളുടെ ആത്മീയമോ വൈകാരികമോ ആയ ആവശ്യങ്ങളുമായി പ്രതിധ്വനിക്കുകയും ലൗകികതയ്ക്കപ്പുറമുള്ള എന്തിനോടോ ഒരു ആഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് കണ്ണുനീരായി പ്രകടമാകാം. ബന്ധം തേടൽ കൃഷ്ണൻ്റെ രൂപമോ നാമമോ ബന്ധം, സ്നേഹം, ഉടമസ്ഥത എന്നിവയ്ക്കുള്ള ഒരു പ്രാഥമിക ആവശ്യം സജീവമാക്കുകയും കണ്ണുനീരോടെയുള്ള പ്രതികരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. ആത്മീയ ഉണർവും പരിവർത്തനവും സത്യം തിരിച്ചറിയൽ കൃഷ്ണനെ കാണുന്നതോ കേൾക്കുന്നതോ ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുകയും കണ്ണുനീരിൻ്റെ രൂപത്തിൽ ഒരു ശുദ്ധീകരണത്തിന് കാരണമാകുകയും ചെയ്യാം. ഭക്തിയെ സ്വീകരിക്കൽ പുറമെ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും കൃഷ്ണനോടുള്ള ഒരു വളരുന്ന ഭക്തിയുടെ ലക്ഷണമാകാം ഈ കണ്ണുനീർ. ആത്മീയ ശുദ്ധീകരണം ശരീരത്തിനും മനസ്സിനും വികാരങ്ങളെ സംസ്കരിക്കാനുള്ള ഒരു സ്വാഭാവിക മാർഗമാണ് കണ്ണുനീർ. കൃഷ്ണനെ കാണുന്നത് ഒരു ആത്മീയ ശുദ്ധീകരണ പ്രക്രിയയെ ഉണർത്താം. വൈകാരിക വിടുതൽ അടക്കിപ്പിടിച്ച വികാരങ്ങളുടെ വിടുതൽ കൃഷ്ണൻ്റെ കഥയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട രൂപങ്ങളും മുമ്പ് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ഒരു വിടുതലിന് കാരണമാകുകയും അത് കണ്ണുനീരായി പ്രകടമാകുകയും ചെയ്യാം. ദൈവികതയിൽ ആശ്വാസം കണ്ടെത്തൽ കൃഷ്ണൻ്റെ രൂപമോ കഥകളോ നൽകുന്ന സുഖത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും അനുഭവം കണ്ണുനീരിലൂടെയുള്ള വൈകാരിക വിടുതലിലേക്ക് നയിച്ചേക്കാം. മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ വൈകാരിക പ്രതിധ്വനി കൃഷ്ണൻ്റെ കഥകളും ഉപദേശങ്ങളും നിങ്ങളുടെ വൈകാരിക ഭൂപ്രകൃതിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും കണ്ണുനീരോടെയുള്ള പ്രതികരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. പ്രതീകാത്മക പ്രാതിനിധ്യം കൃഷ്ണൻ്റെ രൂപവും കഥകളും ആഴത്തിലുള്ള പ്രതീകാത്മക അർത്ഥങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ വികാരങ്ങളുമായി പ്രതിധ്വനിക്കുകയും കണ്ണുനീരിലേക്ക് നയിക്കുകയും ചെയ്യാം. നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീർ വൈകാരികവും മനഃശാസ്ത്രപരവും ആത്മീയവുമായ ഘടകങ്ങളുടെ ഒരു സങ്കീർണമായ ഇടപെടലിൻ്റെ ഫലമായിരിക്കാം. ഇത് ആഴത്തിലുള്ള ബന്ധത്തിൻ്റെയോ കൂടുതൽ എന്തിനോടോ ഉള്ള ആഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ഒരു വിടുതലിൻ്റെയോ ലക്ഷണമാകാം. എന്തായാലും ഇത് സ്വാഭാവികവും ഗുണകരവുമായ ഒരു അനുഭവമാണ്. അത് നിങ്ങളെക്കാൾ വലിയ ഒന്നിനോടുള്ള ആഴത്തിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു.